ശ്രീ ഹരിദാസ്, ശ്രീ എം കെ ഹരിദാസ്, ഇത് ആ പാമ്പ് പിടിച്ച ജോയി, എനിക്കറിയില്ല ഇനി അദ്ദേഹത്തെ ജീവനോടെ പുറത്തെത്തിക്കാൻ കഴിയുമോ എന്നറിയില്ല. ജീവനോടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആറ്റിൽ പണ്ട് മണൽ വാരാൻ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ കഴിവുള്ള, നന്നായി അസാധ്യമായി നീന്തലറിയാവുന്ന ആളൊക്കെയാണ് കേട്ടോ. അതേ പിടിച്ചു നിന്ന് കരക്കേറി വരട്ടെ, അങ്ങനെയെങ്കിൽ അത് മഹാത്ഭുതം വരട്ടെ. പക്ഷേ ഈ ഒരു ദുരന്തമുഖത്ത്, അല്ലെങ്കിൽ ഈ ഒരു ദുരന്തത്തിലെങ്കിലും ഈ ക്ലീനിങ് പ്രോസസ്സ് നന്നായി കിട്ടുമോ ശ്രീ എം കെ ഹരിദാസ്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ ഈ മേയർ പറഞ്ഞതും ശിവൻകുട്ടി ഇന്ന് ഉച്ചവരെ മാധ്യമങ്ങളിൽ പറഞ്ഞതൊക്കെ എന്താണെന്നറിയോ? ഇത്തരമൊരു ദുരന്തം ഉണ്ടായ ശേഷം ഉള്ള കാര്യങ്ങളാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു ദുരന്തം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രീ സജീവ് ഇവിടെ പറഞ്ഞത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എത്ര കൊല്ലത്തെ പഴക്കമുണ്ട് ശ്രീ ഹാഷ്മി? ഈ അവിടുത്തെ റെയിൽവേക്കും അവിടുത്തെ ടണലിനും എത്ര കൊല്ലത്തെ പഴക്കമുണ്ട്? ഈ ഒരു സുപ്രഭാതത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായത് റെയിൽവേയുടെ മാത്രം അനാസ്ഥ കൊണ്ടാണെന്ന് ഞാൻ നേരത്തെ മുഴുവൻ പറയുന്നതിന് മുമ്പ് ഹാഷ്മിയുടെ ഈ 24-ൻ്റെ ചർച്ച തന്നെ ഞാൻ കുളമാക്കിയോ എന്ന് എനിക്ക് സംശയം തോന്നി. അപ്പോൾ ഈ റെയിൽവേക്ക് 2-3 ലെറ്ററുകൾ അയച്ചു, ആ ലെറ്ററിൻ്റെ റഫറൻസ് നമ്പർ പുഴുങ്ങി തന്നത് കൊണ്ട് പരിഹരിക്കാവുന്നൊരു പ്രശ്നമാണോ ഇത്? 117 മീറ്ററിലെ ആമയിഴഞ്ചാൽ തോട് എന്ന് പറയുന്ന സാധനം തുടങ്ങുന്നത് ഈ റെയിൽവേയുടെ മൂലക്കിലും അത് അവസാനിക്കുന്നത് റെയിൽവേയുടെ ഈ ടണലിൻ്റെ അപ്പുറത്തുമാണെങ്കിൽ നിങ്ങൾ പറയുന്നതിനൊക്കെ ഞാൻ വെച്ച് തരാം. ഇതിനിപ്പോൾ 5 കിലോമീറ്റർ ദൈർഘ്യം ആ നാട്ടുകാരനായ ആ വ്യക്തി പറയുന്ന സമയത്ത് ഇത്തരത്തിൽ മാലിന്യം ഒഴുകുന്ന ഒരു തോട് അവസാനം വന്ന് ഈ ടണലിൻ്റെ അവിടെ വന്നിട്ട് അട്ടിക്കണക്കായിട്ട് മാലിന്യം അടിയുന്ന കാര്യത്തിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് മേയർ തന്നെയാണ്. അതിന് റെയിൽവേനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യമുള്ളത്? പിന്നെ 3-4 നോട്ടീസ് കൊടുത്തത് കൊണ്ട് തീരുന്ന പ്രശ്നമാണോ ഹാഷ്മി ഇത്? 3-4 നോട്ടീസ് കൊടുത്തിട്ട് ഈ റെയിൽവേ നടപടിയെടുത്തിട്ടില്ലെങ്കിൽ അവിടെ കൊണ്ട് തീരുന്നതാണോ നമ്മുടെ നീതി നിയമ നിർവഹണ സംവിധാനം? എന്തൊക്കെ പരിപാടികൾ അതുക്ക് മേലെ ചെയ്യാനുണ്ട്. ഇവിടെ ഒരു മുഖ്യമന്ത്രിയില്ലേ, റെയിൽവേ വകുപ്പ് നോക്കുന്നൊരു മന്ത്രി നമുക്കില്ലേ, ഇവിടെ കോടതികളില്ലേ? ഇവരെന്ത് ചെയ്തു? ഒരു ജോയിയെ ബലിയാടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ 3-4 ലെറ്ററിൻ്റെ റെഫറൻസ് നമ്പർ പറഞ്ഞതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, റെയിൽവേ ഈ കാര്യത്തിൽ ഹാഷ്മിയെ പോലുള്ള സത്യസന്ധരായ പത്രപ്രവർത്തകർ പറയുകയാണ് റെയിൽവേയുടെ ഭാഗത്ത് അങ്ങേയറ്റം തെറ്റുണ്ട്. അവിടുന്ന് 4 റെയിൽവേയുടെ ബോട്ടിൽ കിട്ടിയതൊക്കെ റെയിൽവേയാണ് കുറ്റക്കാരെന്ന് ചാർത്താൻ മാത്രമുള്ള തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം റെയിൽവേ വലിച്ചെറിയുന്നതല്ല, നമ്മുടെ പരിസര മലിനീകരണത്തിലുള്ള നമ്മുടെ ശ്രദ്ധ കൊണ്ട് ഒരു പക്ഷേ ഞാൻ അവിടെ വന്നാൽ ഞാനും വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരിക്കും ആറ്റിലേക്ക്. കാരണം എന്താ, ഇത് വലിച്ചെറിയുന്നതിനപ്പുറത്ത് നിന്ന് ഒരുപാട് കുപ്പികളും ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യവും ഒലിച്ചു വരുന്നില്ലേ ഹാഷ്മി? അപ്പം ഹാഷ്മി പറയുകയാണ് 1-ാം പ്രതിസ്ഥാനത്ത് റെയിൽവേ ആണെങ്കിൽ 2-ാം പ്രതിസ്ഥാനത്ത് കോർപ്പറേഷനും 3-ാം പ്രതിസ്ഥാനത്ത് അനാസ്ഥ കാണിച്ച നമ്മുടെ സംസ്ഥാന സർക്കാരുമാണ്. ഈ ജോയി കഴിഞ്ഞാൽ മറുപടി പറയേണ്ടതെന്ന കാര്യം എനിക്കതിലൊരു വിയോജിപ്പില്ല. ഈ സംഭവത്തിലെ 1-ാം പ്രതി, ഈ സംഭവത്തിലെ പർട്ടിക്കുലർ സംഭവത്തിൽ 1-ാം പ്രതി റെയിൽവേ ആണെങ്കിൽ ആമയിഴഞ്ചാൻ തോട് അത്തരത്തിൽ അനാസ്ഥയിലാവുന്നതിന് 1-ാം പ്രതി നഗരസഭയാണ്, സർക്കാരാണ്. JR